വൈദുവിന് തൻ്റെ കൈയും കാലും വിറയ്ക്കുന്ന പോലെ തോന്നി. നിർമ്മല റിസൾട്ട് നോക്കിക്കൊണ്ട് മോഹിനിയും വൈദുവിനെയും മാറി മാറി നോക്കി. മാം, ഷീസ് വെർജിൻ. നിർമ്മല റിസൾട്ട് നീട്ടിയപ്പോൾ വൈദു ഉമിനീരിറക്കി ഭയത്തോടെ മോഹിനിയെ നോക്കി. മോഹിനി ഞെട്ടിപ്പോയിരുന്നു. വിറയ്ക്കുന്ന കൈകളോടെ അവർ ആ റിസൾട്ട് വാങ്ങി. താങ്ക് യു ഡോക്ടർ. മോഹിനി ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് എഴുന്നേറ്റു. അപ്പച്ചി. വൈദു വിളിച്ചപ്പോൾ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് മോഹിനി വേഗം പുറത്തേക്ക് നടന്നു. മോഹിനി കാറിനടുത്ത് പോയി നിന്നു. അപ്പച്ചി. വൈദു ഭയത്തോടെയാണ് വിളിച്ചത്. മോഹിനി കൈ ഉയർത്തി അവൾ പറയുന്നത് തടഞ്ഞു. വൈദു തലതാഴ്ത്തി നിന്നു. ഒരേ ഒരു കാര്യം മാത്രം എനിക്കറിഞ്ഞാൽ മതി. മോഹിനിയുടെ സ്വരത്തിൽ കടുപ്പമേറി. ഏതെങ്കിലും എഗ്രിമെന്റ് പ്രകാരമാണോ ത്രിലോക് നിന്നെ വിവാഹം കഴിച്ചത്? വൈദു ഞെട്ടലോടെ തല ഉയർത്തി. അപ്പച്ചി, ഞാൻ പറയുന്നത്. വൈദു പറഞ്ഞു. ആണോ അല്ലയോ അതുമാത്രം അറിഞ്ഞാൽ മതി. വൈദു തലയാട്ടിയതും മോഹിനി പകപ്പോടെ നോക്കി. വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. വളരെ ഭംഗിയായി. അപ്പച്ചി, പക്ഷെ അങ്ങനെയല്ല, വൈദു പറഞ്ഞു. മോഹിനി പിന്നെയൊന്നും കേൾക്കാൻ നിൽക്കാതെ തൻ്റെ കാറിൽ കയറി. കൺമുന്നിൽ നിന്ന് മോഹിനിയുടെ കാർ അകന്നു പോകുമ്പോൾ വൈദു ഫോണെടുത്ത് ത്രിലോകിനെ വിളിച്ചു. മോഹിനി പിന്നെയൊന്നും കേൾക്കാൻ നിൽക്കാതെ തൻ്റെ കാറിൽ കയറി. കൺമുന്നിൽ നിന്ന് മോഹിനിയുടെ കാർ അകന്നു പോകുമ്പോൾ വൈദു ഫോണെടുത്ത് ത്രിലോകിനെ വിളിച്ചു. ബെല്ലടിക്കുന്നതല്ലാതെ അറ്റൻഡ് ചെയ്യുന്നില്ല. അജയ് വിളിച്ചു നോക്കിയെങ്കിലും അതേ അവസ്ഥ. വൈദു എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ തന്നെ നിന്നു. സ്വയം വഞ്ചിക്കപ്പെട്ടത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. തറവാട്ടിൽ വന്നപ്പോൾ അവർ അതൊക്കെ അഭിനയിച്ചതാണോ? മോഹിനിക്ക് ആലോചിക്കും തോറും ദേഷ്യവും വെറുപ്പും കൂടി വന്നു. ഫോൺ ബെല്ലടിച്ചപ്പോൾ അവർ എടുത്തു നോക്കി. ഓഫീസിൽ നിന്നാണ്. തൊണ്ട ഒന്ന് മിനുക്കി അവർ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ, മോഹിനി പറഞ്ഞു. മാഡം, അജയ് സാറിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല. പക്ഷേ ത്രിലോക് സാറിൻ്റെ അക്കൗണ്ടിൽ നിന്ന് 25 lakhs മറ്റൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അക്കൗണ്ട് നെയിം വൈദേഹി. മോഹിനി കോൾ കട്ടാക്കി. ഇതൊക്കെ പ്രതീക്ഷിച്ചത് തന്നെയാണ്. വൈദേഹി ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് പോയി. എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. ത്രിലോക് ആണെങ്കിൽ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. ദേഷ്യവും സങ്കടവും വരുന്നുണ്ട്. കണ്ണുകൾ എന്തിനോ നിറഞ്ഞു. വീടെത്തിയതും ക്യാഷ് കൊടുത്തിറങ്ങി. പഴയ ഉന്മേഷമൊന്നുമില്ല. നെമ്മയെ വിളിച്ച് ഈവനിങ് ഫ്ലാറ്റിലേക്ക് തന്നെ പൊക്കോളം പറഞ്ഞു. കിച്ചണിൽ പോയി കുറച്ച് വെള്ളമെടുത്ത് കുടിക്കുമ്പോൾ പുറത്ത് കാറിൻ്റെ ശബ്ദം കേട്ടു. ജഗ് വേഗം സിങ്കിൽ വെച്ച് ധൃതി പിടിച്ച് പുറത്തേക്ക് ഓടി. എന്നാൽ അകത്തേക്ക് കയറി വരുന്ന മോഹിനിയെ കണ്ടതും പിടിച്ചു കെട്ടിയ പോലെ കാലുകൾ നിശ്ചലമായി. ക്യാഷിന് വേണ്ടി അഭിനയിച്ചതൊക്കെ മതി. ഇപ്പോൾ ഇറങ്ങണം ഈ വീട്ടിൽ നിന്നും, അവൻ്റെ ജീവിതത്തിൽ നിന്നും. മോഹിനി അവളുടെ മുഖത്തേക്ക് വെറുപ്പോടെ നോക്കി പറഞ്ഞതും വൈദു ഞെട്ടലോടെ നോക്കി നിന്നു. വൈദു തല വിലങ്ങനെയാട്ടി. ഞാൻ പോവില്ല. എനിക്ക് പോവാൻ കഴിയില്ല. അതെന്താ? തന്ന കാശിനുള്ള കൂറ് കാണിക്കാനാണോ? അതോ 25 lakh ഒന്നും പോരെ? അവർ പുച്ഛത്തോടെ പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. മുഖം താഴ്ന്നു. ശരിയാണ്, കാശിന് വേണ്ടിയാണ് ഈ താലി ഏറ്റുവാങ്ങിയത്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ഇനിയും കാശിന് വേണ്ടിയാണ് നിൽക്കുന്നതെങ്കിൽ ഞാൻ തരാം. പക്ഷെ ഇവിടെ നിന്ന് വേഗം ഇറങ്ങിയാൽ കൊള്ളാം, മോഹിനി പറഞ്ഞു. ഞാൻ ത്രിലോക് വന്നിട്ട്. അവളുടെ സ്വരം ഇടറി. അതല്ലേ പറഞ്ഞത്, ക്യാഷ് ഞാൻ തരാമെന്ന്. പിന്നെ എന്താ? മോഹിനി മുഖം തിരിച്ച് സെറ്റിയിലേക്കിരുന്നു. എടുക്കാനുള്ളത് വേഗം എടുക്ക്. എന്തെടുത്താലും കുഴപ്പമില്ല. വൈദു കണ്ണീർ തുടിച്ച് മുറിയിലേക്ക് കയറി. തൻ്റെ ഡ്രസ്സെല്ലാം ബാഗിലാക്കി. രണ്ടാളുടെ ആൽബം എടുത്ത് ബാഗിലേക്ക് വെച്ചു. ഹാളിലേക്ക് വന്നു. വൈദു ബാഗുമായി വരുന്നത് കണ്ടതും മോഹിനി എഴുന്നേറ്റു. കയ്യിലിരിക്കുന്ന പേപ്പർ ടേബിളിലേക്ക് വെച്ചു. ദാ, ഇതിലൊന്ന് സൈൻ ചെയ്തേക്ക്. പിന്നെ ആ താലിയും അഴിച്ചു തന്നേക്ക്. വൈദു ടേബിളിലിരിക്കുന്ന പേപ്പറിലേക്ക് നോക്കിയതും ഞെട്ടിപ്പോയിരുന്നു. അവൾ പകപ്പോടെ മോഹിനിയെ നോക്കി. വേഗം ചെയ്തേക്കൂ. മോഹിനി പെൻ അവൾക്ക് നേരെ നീട്ടി. പറ്റില്ല, അവൾ കണ്ണീർ തുടച്ച് വാശിയിൽ പറഞ്ഞു. എന്തുകൊണ്ട്? കെട്ടിയ ആള് തന്നെ ഈ താലി അഴിക്കട്ടെ. അങ്ങനെ എന്നെ തേടി വരികയാണെങ്കിൽ ഈ ഡിവോഴ്സ് പേപ്പറും കൊടുത്തയച്ചേക്ക്. വൈദു അതും പറഞ്ഞ് കണ്ണീരോടെ പുറത്തേക്ക് ഇറങ്ങി. വേണ്ടിയിരുന്നില്ല മാഡം, ഡ്രൈവർ പറഞ്ഞപ്പോൾ മോഹിനി അയാളെ ഒന്ന് നോക്കി. കാശിന് ആർത്തിയുള്ളവർക്ക് ഒരിക്കലും ബന്ധത്തിൻ്റെ വിലയറിയില്ല. നാളെ ഇവൾക്ക് ഒരാവശ്യം വന്നാൽ ത്രിലോകിനെ അപായപ്പെടുത്തില്ലെന്ന് ആര് കണ്ടു? എൻ്റെ മക്കളുടെ ഭാവി ജീവിതം എനിക്ക് നോക്കിയേ പറ്റൂ. മോഹിനി അല്പം വിഷമത്തോടെയും ഗൗരവത്തോടെയും പറഞ്ഞ് പുറത്തേക്കിറങ്ങി. വൈദു ഗേറ്റ് കടന്ന് പോകുന്നതുകൊണ്ട് അവർ ദീർഘമായി നിശ്വസിച്ചു. പാവം കുട്ടി, അതിൻ്റെ അവസ്ഥ കൂടി ചോദിക്കാമായിരുന്നു. അവൻ വരട്ടെ. എനിക്കുമുണ്ട് വിഷമം. ആദ്യത്തെ മരുമകളായല്ല, മകളായ കണ്ടത്. മോഹിനി കവളിലൂടെ ഒഴുകിയ കണ്ണീർ തുടച്ചു മാറ്റി. വൈദു ഫോണ് സ്വിച്ച് ഓഫ് ചെയ്ത് ബാഗിലിട്ടു. ബസ്സിലാണെങ്കിൽ 1 മണിക്കൂർ വേണം നാട്ടിലെത്താൻ. കുറേയായി പോയിട്ട്. അച്ഛനും അമ്മയും ഇടുക്കിയിൽ പോയതിൽ പിന്നെ പോയിട്ടില്ല. ബസ്സിലിരിക്കുമ്പോൾ കണ്ണുകൾ അടഞ്ഞുപോയി. സീറ്റിലേക്ക് ചാഞ്ഞിരുന്ന് അവൾ കണ്ണുകൾ അടച്ചു. റൂമിൽ കോളിംഗ് ബെൽ അടിക്കുന്ന കേട്ട് ത്രിലോക് കണ്ണുകൾ വലിച്ചു തുറന്നു. കണ്ണുകൾ തുറക്കാൻ കഴിയുന്നില്ല. മെല്ലെ എഴുന്നേറ്റിരുന്നു. ബെഡിൻ്റെ ഒരു വശത്ത് അജിയും വാ തുറന്നു വെച്ച് ഉറങ്ങുന്നുണ്ട്. ത്രിലോക് മെല്ലെ എഴുന്നേറ്റ് ഡോർ തുറന്നു.
സാർ, അന്ത പൊണ്ണ് കിടച്ചാച്ച് അപ്പോഴുണ്ടായിരുന്ന മൂന്നാളും ഉണ്ട്. ദാ വരുന്നു. ത്രിലോ ഡോറടച്ച് അജയ് വിളിച്ചുണർത്തി. ഒന്ന് മുഖം കഴുകി. അജയ് മുഖം കഴുകി. രണ്ടാളും ഡ്രസ് മാറി ഇറങ്ങി. പോകുമ്പോൾ 2 സ്ട്രോങ് ചായ വാങ്ങി കുടിച്ചു. ഈവനിങ് 5 മണി. ഇതാണോ ഇവന്മാർ ഉച്ചയ്ക്ക് കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞത്? അജയ് കൈ കെട്ടി വാച്ചിലേക്കും പുറത്തേക്കും നോക്കി. നീ ഫോൺ എടുത്തോ? ത്രിലോ തൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിലൊക്കെ തപ്പി നോക്കി. ഇല്ല, പെട്ടെന്ന് ഇറങ്ങിയതല്ലേ. എന്തായാലും വേഗം തിരിച്ചു പോവാം. ഇവിടെ അടുത്താണെന്നാ പറഞ്ഞത്. അജയ് ഉറക്കം മതിയാവാതെ ഒന്ന് മൂരി നിവർന്നിരുന്നു. കാർ ടൗണിൽ തന്നെയുള്ള പണി നടക്കുന്ന ഏതോ കെട്ടിടത്തിലേക്കാണ് പോയത്. പുറത്തു തന്നെ കൂടെയുള്ളവർ കാത്തു നിൽക്കുന്നുണ്ട്. എവിടെയാ? അജയ് ഇറങ്ങിയതും തിരക്കി. ഉള്ളിർക്ക് സാർ. അജയും ത്രിലോകും ഉള്ളിലേക്ക് കയറുമ്പോൾ താൻ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ പെൺകുട്ടിയെ കൈകൾ കെട്ടി വായിൽ തുണി തുരുക്കി വെച്ചിട്ടുണ്ട്. സിമന്റ് ചാക്കുകൾക്ക് മുകളിലായി ത്രിലോക് ഇരുന്നു. ഒരാൾ വേഗം അവളുടെ വായിലെ തുണിയെടുത്തു മാറ്റി. സാർ, മണ്ണിച്ചിടുങ്കോ, തപ്പ് നടന്നു പോച്ച്. പെൺകുട്ടി കരയുന്ന കണ്ടപ്പോൾ ത്രിലോക് വേഗം മുഖം താഴ്ത്തി. എന്ത് തപ്പ്? അത് നീ മുഴുവനായി പറ, അജി പറഞ്ഞു. സാർ, എങ്ക നിലമ അപ്പടി സാർ. പെൺകുട്ടി വീണ്ടും കരച്ചിൽ തന്നെ. അയാൾ എത്ര ക്യാഷ് തന്നു? ത്രിലോക് ചോദിച്ചു. 10 ലക്ഷം സാർ. എന്നോട് തമ്പിക്ക് ഹാർട്ട് ഓപ്പറേഷൻ സാർ. അതൊക്കെ ക്യാഷ് 10 അല്ലേ. അതിനാലേ. അതിനു വേണ്ടി സ്വന്തം മാനം കളഞ്ഞിട്ട് വേണോ കൊച്ചേ? അജി ദേഷ്യത്തോടെ പറഞ്ഞതും പെൺകുട്ടി കണ്ണുകൾ കൂട്ടിയടച്ചു കരഞ്ഞു. ത്രിലോക് ഒന്നും മിണ്ടാതെ എഴുന്നേറ്റു. ഡോ വീട്ടിലാക്കിയേക്ക്, അജി പറഞ്ഞു. അവളെ നോക്കി ത്രിലോകിന് പുറകെ ഇറങ്ങി. ഇവളെ എങ്ങനെ കിട്ടി? ത്രിലോക് ചോദിച്ചു. കൂടെ ഒരുത്തി ഉണ്ടായില്ലേ, അവള്. വെങ്കി അവളെയാ ഇതിനു വേണ്ടി ആദ്യം സമീപിച്ചത്. അവൾ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ ഇവളുടെ അടുത്ത് വന്നു, അജി പറഞ്ഞു. വീട്ടിൽ കൊണ്ടുവിടാൻ പറഞ്ഞേക്ക്. ഇരുട്ടായില്ലേ, ത്രിലോക് പറഞ്ഞു. ആ കൂടെ ഉള്ളവൾക്ക് നിന്നെ ഒരു നോട്ടമുണ്ടായിരുന്നു. അതുകൊണ്ട് സ്വന്തം കൂട്ടുകാരി ഒന്ന് ഒറ്റാൻ പറഞ്ഞപ്പോൾ സമ്മതിച്ചത്. പക്ഷെ ഉപദ്രവിക്കരുതെന്ന് വാക്ക് പറഞ്ഞിരുന്നു, അജി പറഞ്ഞു. ത്രിലോക് കാറിലെ ഗ്ലാസ്സിൽ നോക്കി ചിരിച്ചു. എന്താ ഒരു എലി? അജി ചോദിച്ചു. ഏയ് ഒന്നുമില്ല. ഇതെങ്ങാനും വായിച്ചു അറിഞ്ഞാലുള്ള കാര്യം ആലോചിച്ചതാ. ത്രിലോക് കാറ് സ്റ്റാർട്ട് ചെയ്തു. രണ്ടാളും നേരെ പോയത് ബാറിലേക്കാണ്. ഒന്ന് കുടിച്ച് DJ ഒക്കെ കണ്ടു. സാധാരണ DJ പാർട്ടിക്ക് വരുമ്പോൾ ഏതെങ്കിലും ഒരു പെൺകുട്ടിയുമൊത്ത് ഡാൻസ് കളിക്കുന്ന അജി ഇന്ന് സൈലൻ്റായി ഇരിക്കുന്നത് ത്രിലോക് ശ്രദ്ധിച്ചു. അജിക്ക് പാതി വസ്ത്രം ധരിച്ച് ഡാൻസ് ചെയ്യുന്ന പെൺകുട്ടികളെ നോക്കാൻ തോന്നിയില്ല. അവരെ നോക്കുമ്പോൾ കണ്ണു നിറച്ച് നിൽക്കുന്ന മിണ്ടാപ്പൂച്ചയെ ഓർമ്മ വരുന്നു. വേഗം കാണാൻ തോന്നുന്നുണ്ട്. നാട്ടിലെത്തിയപ്പോൾ സമയം 6 കഴിഞ്ഞു. വഴിയിലൊക്കെ ഇരുട്ട് വീണിട്ടുണ്ട്. കവലയിൽ നിന്ന് ഒരു ഓട്ടോ പിടിച്ചു. വീട് ഇരുട്ടിൽ മൂടിക്കിടക്കുന്നുണ്ട്. ഓട്ടോയ്ക്ക് പൈസ കൊടുത്ത് ഉമ്മറത്തേക്ക് കയറി. ഓട്ടോ പോവാതെ നിൽക്കുന്ന കണ്ട് അവൾ തിരിഞ്ഞു നോക്കി. ഓട്ടോ അപ്പോൾ തന്നെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഉമ്മറത്തെ ലൈറ്റിട്ട് അവൾ ഉള്ളിലേക്ക് കയറി ഡോർ ലോക്ക് ചെയ്തു. ഉള്ളിലും ലൈറ്റിട്ടു. അച്ഛൻ്റെ മുറിയിലൊന്ന് പോയി നോക്കി. ഇപ്പോഴും അച്ഛൻ്റെ കുഴമ്പിൻ്റെ മണം അവിടെയുണ്ട്. പിന്നെ ഹാളിലെ ടേബിളിൽ വെച്ച തൻ്റെ ബാഗ് തുറന്ന് കുളിച്ചു മാറാൻ ഒരു ജോഡി ഡ്രസ്സ് എടുത്ത് തൻ്റെ മുറിയിലേക്ക് ചെന്നു. തൻ്റെ മുറിയിൽ അമ്മ ബാത്റൂം പണിത് തന്നിട്ടുണ്ട്. ഇവിടെ സൗകര്യം ഇല്ലാത്തതുകൊണ്ടാ ത്രിലോക് വരാത്തതെന്ന് ഒരിക്കൽ പറഞ്ഞുപോയി. ആ വാശിക്ക് പണി കഴിപ്പിച്ചതാണ്. അത് ഏതായാലും നന്നായി. ഇനി പുറത്തേക്ക് ഇറങ്ങേണ്ടല്ലോ. കുളിച്ച് വസ്ത്രം മാറി വന്ന് TV ഓൺ ചെയ്ത് ഒരു മ്യൂസിക് ചാനൽ വെച്ചു. അടുക്കളയിലേക്ക് ചെന്നു. കുറച്ച് അരി കഴുകി കുക്കറിലിട്ടു. പിന്നെയും ടിവിയുടെ മുമ്പിൽ. ഫോൺ എടുക്കാനോ ത്രിലോകിനെ വിളിക്കാനോ തോന്നിയില്ല. തനിക്ക് മാത്രം തോന്നിയാൽ പോരല്ലോ. എപ്പോൾ വിളിച്ചതാണ്? വൈദു ഒന്ന് ഫോൺ ഓണാക്കി നോക്കി. നെറ്റ് ഓൺ ചെയ്ത് വാട്സപ്പ് എടുത്ത് നോക്കി. ഇല്ല, മെസ്സേജൊന്നും വന്നിട്ടില്ല. കരച്ചിൽ വന്നു. വാശിയായി. ഫോൺ വീണ്ടും ഓഫ് ചെയ്തു. സ്വന്തം ഭാര്യയെപ്പോലും വിളിക്കാൻ പറ്റാത്ത തിരക്കാണെങ്കിൽ വേണ്ട. കണ്ണ് തുടച്ച് TV നോക്കിയിരുന്നു. DJ കഴിഞ്ഞ് രണ്ടും കാലിൽ നിലത്ത് ഉറക്കാതെയാണ് ഇറങ്ങിയത്. കൂടെയുള്ളവരാണ് ഹോട്ടൽ കൊണ്ടാക്കിയത്. കുടിച്ചു ബോധം പോയി. ബെഡിൽ കിടന്നതും രണ്ടും ഉറങ്ങിപ്പോയി. സമയം 9 കഴിഞ്ഞു. കഞ്ഞിയായിട്ടുണ്ട്. വിശക്കുന്നുണ്ടെങ്കിലും കഴിക്കാൻ തോന്നുന്നില്ല. വീട്ടിൽ ഒറ്റയ്ക്കായതുകൊണ്ട് ചെറിയ ഭയം തോന്നുന്നുണ്ട്. TV ഓഫ് ചെയ്ത് റൂമിൽ ചെന്ന് കിടന്നു. ഓരോന്നാലോചിച്ച് ഉറക്കം കിട്ടാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ നല്ലപോലെ വൈകി. അജിയാണ് ആദ്യം എഴുന്നേറ്റത്. ഉടനെ തന്നെ വിളിച്ച് രണ്ടാൾക്കും കോഫി ഓർഡർ ചെയ്തു. കോഫി വന്ന് കുടിച്ചു കഴിഞ്ഞാണ് തല നേരെ നിന്നത്. തലയ്ക്ക് വല്ലാത്ത പെരുപ്പ് തോന്നുന്നു. ത്രിലോക് എഴുന്നേറ്റതും ഫോൺ എടുത്ത് നോക്കി. ടൈം 9 കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ വാൾപേപ്പറിലെ നോട്ടിഫിക്കേഷൻ കണ്ടതും അവൻ്റെ നെറ്റി ചുളിഞ്ഞു. ഡാ, നിന്നെ വൈദേഹി വിളിച്ചിരുന്നോ? അജി ചോദിച്ചു. അവനും ഫോൺ എടുത്ത് നോക്കി നിൽപ്പാണ്. ത്രിലോക് മൂളിക്കൊണ്ട് അവളെ തിരിച്ചു വിളിച്ചു. സ്വിച്ച് ഓഫ്. ത്രിലോക് ടെൻഷനോടെ നെറ്റി വിരലുകൾ ഒഴിഞ്ഞു. വേഗം വീട്ടിലെ ലാൻഡ് ഫോണിലേക്ക് വിളിച്ചു. മല്ലിക ആൻറ്റിയാണ് എടുത്തത്. രാവിലെ വന്നപ്പോൾ മുതൽ വൈദേഹിയെ കണ്ടില്ലെന്ന് പറഞ്ഞു. അജി ആരോട് ഫോണിൽ സംസാരിച്ച് ത്രിലോകിൻ്റെ തോളിൽ കൈവച്ചു. അവൻ നിരാശയോടെ തിരിഞ്ഞു നോക്കി.
അമ്മയാണ്. വൈദേഹിയുമായുള്ള എഗ്രിമെൻ്റ് എല്ലാം അറിഞ്ഞു. വേഗം ചെല്ലാൻ അജി പറഞ്ഞു. ത്രിലോക് ഇരുന്നിടത്ത് നിന്ന് ഞെട്ടലോടെ എഴുന്നേറ്റു. അറിയേ? എങ്ങനെ? ത്രിലോക് ചോദിച്ചു. എനിക്കെങ്ങനെ അറിയാം? അജി വിരൽ കടിച്ച് ടെൻഷനോടെ ബെഡിലേക്കിരുന്നു. അപ്പച്ചി എല്ലാ സത്യവും അറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ വൈദേഹിയെ കാണാനുമില്ല. ത്രിലോകിന് ഭ്രാന്ത് കയറുന്നുണ്ട്. എല്ലാം കൂടെ ഓർക്കുമ്പോൾ അപ്പച്ചിയോട് എന്ത് പറയും? വായിച്ചു എവിടെ പോയതാ? നീ വരുന്നില്ലേ? അജി ഫ്രഷായി ഇറങ്ങി ഡ്രസ്സ് എടുത്ത് വെച്ചു. ത്രിലോകും ഫ്രഷായി. എയർപോർട്ടിൽ പോകുമ്പോൾ വേഗം അവിടെ എത്തി. അവളെ കണ്ടുപിടിക്കണമെന്ന് മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. വൈദു രാവിലെ എഴുന്നേൽക്കാൻ വൈകി. ഇന്നലെ ഉറങ്ങിയിട്ടില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. പുലർച്ചെയാണ് ഒന്ന് ഉറങ്ങിയത്. ഇനി എന്തെല്ലാം ഉണ്ടാവുമെന്നറിയില്ല. മെല്ലെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടന്നു. ഒരു കട്ടൻ തിളപ്പിച്ചു കുടിച്ചു. അങ്ങനെ തന്നെ കുക്കറിൽ അരിയിട്ട് ഫ്രഷാവാൻ കയറി. ഫോൺ ഓണാക്കാൻ തോന്നിയില്ല. TV വെറുതെ ഓൺ ചെയ്തു. മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ വഴിയിലൂടെ പോകുന്നവരൊക്കെ നോക്കുന്നുണ്ട്. അറിയാവുന്നവരൊക്കെ ത്രിലോക് വന്നില്ലേ എന്ന് ചോദിച്ചു. വൈകുന്നേരം വരുമെന്ന് പറഞ്ഞ് വേഗം ഉള്ളിലേക്ക് കയറി. അടുക്കള ഭാഗത്തെ മുറ്റത്തേക്ക് ഇറങ്ങി നിന്നു. അവിടെ ചെറിയ കൃഷിയൊക്കെ ഉണ്ട്. ചീര, ചേന, കപ്പ, മുളക്, 5-6 വാഴയുമുണ്ട്. എല്ലാം ഒന്ന് നനച്ചു. തക്കാളിയൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട്. വേലിക്കരിയിൽ ഹോണടി കേട്ടാണ് തിരിഞ്ഞു നോക്കിയത്. ശിവനാണ്. അവൻ വണ്ടി അവിടെ നിർത്തിയപ്പോൾ വൈദ്യുവിന് ചെറുതായി ഭയം തോന്നി. അവൾ ചുറ്റും നോക്കി വേലിക്കരികിലേക്ക് നിന്നു. നീ ഇന്നലെ വന്നെന്ന് അറിഞ്ഞു. ശിവൻ അവളെ ആകമാനം നോക്കി. മുമ്പത്തെക്കാളും ഭംഗി വെച്ചിട്ടുണ്ട്. കാതിലും കഴുത്തിലുമെല്ലാം സ്വർണമാണ്. അതിൻ്റെ തിളക്കവുമുണ്ട്. വൈദു അവൻ നോക്കുന്നതുകൊണ്ട് താല്പര്യമില്ലാതെ മൂളി. നിന്റെ ഭർത്താവ് വന്നില്ലേ? ശിവ അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. വൈകുന്നേരം വരും. അവൻ്റെ നോട്ടം കണ്ട് അവൾക്ക് അങ്ങനെയാണ് പറയാൻ തോന്നിയത്. വരാൻ വൈകുവാണെങ്കിൽ ഡോറടച്ച് അകത്തിരുന്നോണം. ശിവൻ അത് പറഞ്ഞ് ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി. ഓ പിന്നെ ഇയാൾ പറഞ്ഞിട്ട് വേണം ഒന്ന് പോടും. വൈദു മനസ്സിൽ പറഞ്ഞ് തിരിച്ചു വന്ന് വീണ്ടും ചെടിക്ക് വെള്ളം നനച്ചു. കവലയിൽ ചില ഓട്ടോക്കാർ അത്ര ശരിയല്ല. അത് തന്നെയാണ് പേടി. പെണ്ണ് പറഞ്ഞത് അനുസരിക്കാവോ? ശിവന്റെ മനസ്സിൽ അതായിരുന്നു ചിന്ത. അവനെക്കുറിച്ച് അന്വേഷിച്ചതാണ്. എല്ലാം കൊണ്ടും നല്ല പയ്യനാണ്. പെണ്ണ് കേസ് ഒന്നുമില്ല. കാശിന്റെ അഹങ്കാരം കൊണ്ട് അവളെ സ്നേഹിക്കാൻ കഴിയുമോ എന്ന് ഭയന്നിരുന്നു. എന്നാൽ അവളുടെ മുഖത്തെ തിളക്കം കണ്ടാൽ അറിയാം അവൻ നന്നായി സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ എന്തായിരിക്കും അവൾ ഒറ്റയ്ക്ക് വന്നത്? ശിവൻ പോർച്ചറിൽ ബുള്ളറ്റ് കയറ്റി നിർത്തി. അവളെ കണ്ടതുകൊണ്ടാണെന്ന് അറിയില്ല, എന്തോ ഒരു സന്തോഷം. പക്ഷെ അകത്ത് കാശെണ്ണിക്കൊണ്ടിരിക്കുന്ന അമ്മയെ കണ്ടതും മുഖം മങ്ങി. പെറ്റ തള്ളയായിപ്പോയി. ശിവൻ പല്ല് കടിച്ച് റൂമിലേക്ക് കയറി. ഉച്ച കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ മല്ലിക മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ത്രിലോക് തിരിച്ചിറങ്ങാൻ നിന്നതും അജി തടഞ്ഞു. അരമണിക്കൂറിനുള്ളിൽ അമ്മയെത്തും. അജി പറഞ്ഞതും ത്രിലോക് ഉമ്മറത്തേക്ക് കയറി സോമനത്തിലിരുന്നു. കാൽമുട്ടുകളിൽ കൈകുത്തിക്കൊണ്ട് മുഖം കയ്യിൽ താങ്ങി പിടിച്ചു. വായിച്ചു കുറേ തവണ വിളിച്ചിട്ടുണ്ട്. അവന് ആ സമയം ഓർക്കുമ്പോൾ വല്ലാത്ത ദേഷ്യം തോന്നി. ഫോണൊന്ന് അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ. അത്രയും വിളിച്ചപ്പോൾ അവൾ ആഗ്രഹിച്ചു കാണില്ലേ ഒരിക്കലെങ്കിലും ഞാൻ തിരിച്ചു വിളിക്കുമെന്ന്. ത്രിലോകിന് അതൊക്കെ ഓർക്കുമ്പോൾ ദേഷ്യം കൂടി. കഴിക്കാൻ എടുത്തു വെച്ചിട്ടുണ്ട്. മല്ലിക വന്ന് പറഞ്ഞതും ഫോണിൽ സംസാരിച്ചു നിന്ന അജി തിരിഞ്ഞു ത്രിലോകിനെ നോക്കി. അവൻ അപ്പോഴും മുഖം ഉയർത്തിയില്ല. ഡാ. അജി അവൻ്റെ തോളിൽ കൈവച്ച് അരികിലിരുന്നു. അവൾ ഇടുക്കിയിൽ എത്തിയിട്ടില്ല. നെമിയുടെ അടുത്തുമില്ല. എനിക്ക് തോന്നുന്നത് വീട്ടിൽ പോയി കാണുമെന്നാ. അജി പറഞ്ഞപ്പോൾ ത്രിലോക് തലചരിച്ച് അവനെ ഒന്ന് നോക്കി. ഗേറ്റ് കടന്നു വരുന്ന കാറ് കണ്ട് രണ്ടാളും എഴുന്നേറ്റു. ഗൗരവമായ മുഖത്തോടെ മോഹിനി കാറിൽ നിന്നിറങ്ങി. അജിയും ത്രിലോകിനെയും നോക്കി അവരുടെ അടുത്തേക്ക് ചെന്നു. നിങ്ങൾ കഴിച്ചോ? മോഹിനി ചോദിച്ചു. ഇല്ലമ്മേ, അമ്മ വന്നിട്ട്, അജി പറഞ്ഞു. മോഹിനി അവനെ കൂർപ്പിച്ചു നോക്കി. വാ കഴിക്കാം. മോഹിനി അകത്തേക്ക് കയറിയപ്പോൾ അജി ത്രിലോകിനെ പിടിച്ചു വലിച്ചു. 3 പേർക്കും ആഹാരം വിളമ്പി. മല്ലിക വീണ്ടും കിച്ചണിൽ പോയി. അവർക്കെല്ലാം അറിയണമെന്നുണ്ട്. രാവിലെ ചിരിച്ച മുഖത്തോടെ വരവേൽക്കുന്ന വൈദേഹി കാണാത്തത് അവരിലും സംശയം ജനിപ്പിച്ചു തുടങ്ങിയിരുന്നു. മോഹിനി ആരെയും നോക്കാതെ കഴിക്കാൻ തുടങ്ങി. അജി അമ്മ ഇരിക്കുന്ന കാരണം എന്തൊക്കെയോ കഴിച്ചെന്ന് വരുത്താൻ ശ്രമിക്കുന്നുണ്ട്. ത്രിലോക് ആണെങ്കിൽ ആഹാരത്തിൽ കൈവച്ചതല്ലാതെ ഒരു വറ്റുപോലും വായിൽ വെച്ചില്ല. വെറുതെ ചോറിൽ കൈയിട്ട് ഇളക്കിയിരുന്നു. മോഹിനി അത് കണ്ടെങ്കിലും കണ്ടില്ലെന്ന് വെച്ചു. അവർ വേഗം ആഹാരം കഴിച്ച് എഴുന്നേറ്റതും അജി ഒപ്പം എഴുന്നേറ്റു. മോഹിനി കൈ കഴുകി വരുമ്പോൾ ത്രിലോകിൻ്റെ പ്ലേറ്റ് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ത്രിലോക് ആണെങ്കിൽ വെള്ളം മാത്രം പകർത്തി കുടിച്ച് എഴുന്നേറ്റു. മോഹിനി നേരെ സെറ്റിൽ പോയിരുന്നു. വന്നിരിക്കി. മോഹിനി ത്രിലോകിനെ നോക്കി. ത്രിലോക് തലതാഴ്ത്തി മോഹിനിക്ക് നേരെയുള്ള സെറ്റിയിലിരുന്നു. വൈദേഹി നീയും തമ്മിലുള്ള മാരേജ് വല്ല എഗ്രിമെൻ്റ് പ്രകാരമാണോ? മോഹിനി ചോദിച്ചു. അത് അപ്പച്ചി എനിക്ക്, ത്രിലോക് പറഞ്ഞു. അതെയോ അല്ലയോ ഇതിലേതെങ്കിലും പറഞ്ഞാൽ മതി, മോഹിനി ഗൗരവത്തോടെ പറഞ്ഞു. അതെ, ത്രിലോക് പറഞ്ഞു. പക്ഷെ ഇവർ തമ്മിൽ ഇപ്പോൾ നല്ല സ്നേഹത്തിലെ അമ്മ. ശരിക്കും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ, അജി പറഞ്ഞു. അതാവും അവളിപ്പോഴും വെർജിനായി നിൽക്കുന്നത്, മോഹിനി ദേഷ്യത്തോടെ പറഞ്ഞതും അജി ത്രിലോകിനെ ഒന്ന് നോക്കി തലതാഴ്ത്തി നിന്നു. എനിക്ക് പഴയതൊന്നും കേൾക്കണ്ട. ഇനി ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മതി രണ്ടും. മോഹിനി ബാഗിൽ നിന്നും ഒരു പേപ്പർ എടുത്തു വെച്ചു.
കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി അതോർത്ത് പരസ്പരം കുറ്റം പറയാൻ നിൽക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നത് ത്രിലോക് അനുസരിച്ചേ പറ്റൂ. ദാ ഇതിലൊന്ന് സൈൻ ചെയ്. മോഹിനി ടേബിളിൽ പേപ്പർ വെച്ച് ത്രിലോകിന് അരികിലേക്ക് നീട്ടി. ത്രിലോക് നെറ്റി ചൊളിച്ച് അത് വാങ്ങി നോക്കി. അത് വായിച്ചതും ത്രിലോക് ഞെട്ടലോടെ മോഹിനിയെ നോക്കി.